എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വാസ്തുപ്രകാരം കിടപ്പുമുറിയിൽ കട്ടിലിൻ്റെ സ്ഥാനം ഏത് ദിശയിലാണ് വെക്കേണ്ടത് എന്നതിനെ പറ്റിയാണ്. ഒരു ദിവസം ആരംഭിക്കുന്നത് ഉറക്കത്തിൽ നിന്നാണ്. ഉണർന്നെണീക്കുമ്പോൾ ഒരു ദിവസത്തേക്കുള്ള ഊർജവും ഉന്മേഷവും ലഭിക്കണമെങ്കിൽ നമ്മൾ കിടന്ന് ഉറങ്ങുന്ന മുറിയിൽ ആവശ്യത്തിന് പ്രാണവായു ഉണ്ടാകണം. കിടപ്പുമുറിയുടെ സ്ഥാനം വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിലായിരിക്കണം. തെക്ക് നിന്നോ അല്ലെങ്കിൽ പടിഞ്ഞാറ് നിന്നോ എത്തുന്ന കാറ്റ് മുറിക്കുള്ളിൽ കിഴക്കോട്ടോ വടക്കോട്ടോ പോകുന്ന രീതിയിലാവണം ജനാലകളുടെയും വാതിലിൻ്റെയും സ്ഥാനം. കിടപ്പുമുറിയിൽ കട്ടിൽ വെക്കേണ്ടത് തെക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. ഉറങ്ങുമ്പോൾ തല തെക്കോട്ടോ കിഴക്കോട്ടോ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. തെക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്കാണ് തലവെച്ച് കിടക്കേണ്ടത്. ഒരിക്കലും വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. കട്ടിൽ വാതിലിന് നേരിട്ട് വരരുത്. എങ്കിലും കിടക്കുമ്പോൾ വാതിൽ കാണാൻ പറ്റുന്ന രീതിയിലാകുന്നത് നല്ലതാണ്. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ ഇടമാണ് കിടപ്പുമുറി. ഒഴിവു സമയങ്ങൾ വിശ്രമിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇതിനായി പോസിറ്റീവും സമാധാനപരമായ അന്തരീക്ഷം ഉറപ്പാക്കാൻ ശരിയായ ഊർജത്തിൻ്റെ പ്രസരണം ആവശ്യമാണ്. കിടപ്പുമുറിയെ പോസിറ്റീവ് എനർജി പ്രസരിപ്പിക്കുന്ന ഒരു സുരക്ഷിത ഇടമാക്കി മാറ്റാൻ ശരിയായ വാസ്തുശാസ്ത്രം വളരെ പ്രധാനമാണ്. കിടപ്പുമുറിയുടെ വാതിൽ 90 ഡിഗ്രിയിൽ തുറക്കണമെന്നും തുറക്കുമ്പോഴോ അടയ്ക്കുമ്പോഴോ ശബ്ദമുണ്ടാകരുതെന്നും കിഴക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യണമെന്നും വാസ്തുവിൽ പറയുന്നു. മാസ്റ്റർ ബെഡ്റൂമിൽ ബന്ധപ്പെട്ട വാസ്തുതത്വങ്ങൾ അനുസരിച്ച് തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിൽ കട്ടിലിടാൻ വാസ്തുവിൽ പറയുന്നു. അങ്ങനെ വരുമ്പോൾ കട്ടിലിൻ്റെ കാലുകൾ വടക്കോട്ടോ കിഴക്കേ ദിശയിലോ ആയിരിക്കും. ഒരു മൂലയ്ക്കോ അല്ലെങ്കിൽ കട്ടിൽ മധ്യത്തിലോ ആയിരിക്കണം. വാസ്തുപ്രകാരം പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് ദിശയിൽ ഈ ഭാഗത്ത് പോസിറ്റീവ് എനർജി പ്രസരിക്കുന്നതിനാൽ ഈ ഭാഗത്ത് അലമാര വെക്കാവുന്നതാണ്. പ്രകൃതി ദൃശ്യങ്ങളുടെയോ സമുദ്രത്തിൻ്റെയോ പ്രസന്നമായ പെയിൻറ്റുകൾ കൊണ്ട് ചുമരുകൾ അലങ്കരിക്കാവുന്നതാണ്. വാസ്തുപ്രകാരം കിടപ്പുമുറിയുടെ ഏറ്റവും അനുയോജ്യമായ ദിശ വടക്ക് ഭാഗത്താണ്. കാരണം ഇത് തൊഴിൽപരമായ വിജയം കൊണ്ടുവരും. കിടപ്പുമുറിയുടെ വാസ്തു ടിപ്സ് അനുസരിച്ച് സമ്പത്ത് ആകർഷിക്കും. കിടപ്പുമുറിക്ക് പടിഞ്ഞാറ് ദിശയും നല്ലതാണ്. കിടപ്പുമുറിയുടെ തെക്ക് പടിഞ്ഞാറ് ദിശയും വാസ്തുപ്രകാരം കട്ടിലിടാൻ അനുയോജ്യമായ ദിശയാണ്. കട്ടിൽ മരം കൊണ്ട് ഉള്ളതായിരിക്കണം. ഒന്നുകിൽ ചതുരാകൃതിയിലോ അല്ലെങ്കിൽ ദീർഘചതുരാകൃതിയിലോ ആയിരിക്കണം. കട്ടിൽ നേരിട്ട് ബീമിന് താഴെ ഇടരുത്. വാസ്തുപ്രകാരം കട്ടിലിൻ്റെ ദിശ കട്ടിൽ മുറിയുടെ മധ്യഭാഗത്തായിരിക്കണം. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ തല തെക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്കും നിങ്ങളുടെ കാലുകൾ വടക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിലേക്കുമായിരിക്കണം. വടക്ക് ദിശയിൽ തലവെച്ച് ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. അലമാര കിടപ്പുമുറിയുടെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വയ്ക്കണം. ഇതിൻ്റെ വാതിൽ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്ക് തുറക്കുന്നതാവണം. സമ്പത്തിൻ്റെ അധിപൻ കുടികൊള്ളുന്ന സ്ഥലമായതിനാൽ വിലപിടിപ്പുള്ള വസ്തുക്കളും വടക്ക് ദിശയിലാണ് വെക്കേണ്ടത്. അടുക്കും ചിട്ടയുമില്ലാത്ത മുറി ഊർജത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. മാനസിക പിരിമുറുക്കവും ഉറക്കമില്ലായ്മയും കൊണ്ടുവരുന്നതിനാൽ ഒരുപോലെയല്ലാത്തതോ ചെരിഞ്ഞതോ ആയ സീലിംഗ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇരുണ്ട നിറമുള്ള സീലിംഗ് നിർഭാഗ്യവും പ്രതിബന്ധങ്ങളും ക്ഷണിച്ചു വരുത്തുമെന്നതിനാൽ സീലിംഗ് ഇളം ഷെയ്ഡുകൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. വടക്ക് കിഴക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയാണ് ബാൽക്കണി നിർമ്മിക്കാൻ നല്ലത്. കിടപ്പുമുറിയുടെ നിറം മൃദുവും ഇളനിറത്തിലുള്ളതുമായ ഷെയ്ഡുകളായിരിക്കും നല്ലത്. ആകർഷകമായ നിറം മുറിയിൽ സജീവവും സമ്മർദ്ദരഹിതവുമായ അന്തരീക്ഷം ഉറപ്പാക്കുകയും ചെയ്യും. സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിൽ വാസ്തുവിന് ഒരു പങ്കുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കട്ടിലുകൾ ഒരിക്കലും മധ്യഭാഗത്ത് ഇടരുത്. കാരണം ഇത് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ദമ്പതികൾ കിടപ്പറയിൽ ഒരിക്കലും ഇരുമ്പ് കട്ടിൽ ഉപയോഗിക്കരുത്. കാരണം ഇത് ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും പങ്കാളികൾക്കിടയിൽ
വഴക്കിന് കാരണമാകുകയും ചെയ്യും. ദമ്പതികൾക്കിടയിൽ സ്നേഹവും പൊരുത്തവും വർദ്ധിപ്പിക്കുന്നതിനായി നിങ്ങളുടെ വീടിൻ്റെ ബെഡ്റൂമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മനോഹരമായ ഒരു കപ്പിൾ ഫോട്ടോ തൂക്കിയിടുക. ഇളം നിറങ്ങൾ മുറിയിൽ ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും. കിടപ്പുമുറിയിൽ വാച്ചുകൾ, ഇലക്ട്രിക് വസ്തുക്കൾ, കീറിയ പെയിന്റുകൾ, മെഷീനുകൾ എന്നിവ സൂക്ഷിക്കരുത്. ഇങ്ങനെ ചെയ്യുന്നത് വീട്ടിൽ പോസിറ്റീവ് എനർജിയെ തടയുകയും അസ്വസ്ഥത സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.